ഹായ് ഫ്രണ്ട്സ്, JB വിഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ് ബയോളജിയിലെ 3ാമത്തെ പാഠത്തിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി നമ്മൾ വ്യത്യസ്തങ്ങളായ ഗ്രന്ഥികളെ, ഗ്ലാൻഡ്സിനെ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ ഒരു പുതിയ ഗ്ലാൻഡിനെ പരിചയപ്പെടുകയാണ്. പുതിയ ചില ഗ്ലാൻഡ്സിനെ പരിചയപ്പെടുകയാണ്. അതിലൊന്ന് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്രന്ഥിയ. ഒന്നാമത്തെ ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയ. തൈമസ് ഗ്രന്ഥിയുടെ പൊസിഷൻ ബിഹൈൻഡ് ദ സ്റ്റേണം. സ്റ്റേണത്തിന് മാറലിന്റെ പിറകിലായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്ലാൻഡ്. മാറലിന്റെ പിറകിലായി, ബിഹൈൻഡ് ദ സ്റ്റേൺ, ഇവിടെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ്. ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുട്ടിക്കാലങ്ങളിൽ വളരെ ആക്റ്റീവായി കാണപ്പെടുകയും മുതിർന്നു വരുന്നതിനനുസരിച്ച് ചുരുങ്ങി 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 ഇല്ലാതെയാവുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്ലാൻഡ്. കുട്ടിക്കാലങ്ങളിൽ വളരെ ആക്റ്റീവാണ്, വലുപ്പം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മുതിർന്നു വരുന്നതിനനുസരിച്ച് പ്രായപൂർത്തിയായ ഒരാളിൽ ഇതൊരു അടയാളമായി മാത്രമേ തൈമസ് ഗ്ലാൻഡ് കാണുന്നുള്ളൂ. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് തൈമോസിൻ എന്നാണ്. തൈമോസിൻ. തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് തൈമോസിൻ. തൈമോസിന് യുവത്വ ഹോർമോൺ എന്നൊരു പേരൂടെ ഉണ്ട്. യൂത്ത് ഹോർമോൺ എന്നും കൂടെ അറിയപ്പെടുന്ന ഒരു ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത്. തൈമോസിന്റെ പ്രത്യേകത, ഇത് നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ടി ലിംഫോസൈറ്റുകൾ. ലിംഫോസൈറ്റുകളാണ് ശരീര പ്രതിരോധ ശേഷിയെ ക്രമീകരിക്കുന്ന വെളുത്ത രക്താണു എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുണ്ടായിരിക്കുന്നതാണ്. നമ്മൾ ഇവിടെ അടുത്ത 4ാമത്തെ പാഠത്തിൽ വിശദമായി പറയുന്നുണ്ട്. ആ ടി ലിംഫോസൈറ്റുകൾ, ലിംഫോസൈറ്റ് 2 തരമാണ്, ടിയും ഉണ്ട്, ബിയും ഉണ്ട്. ടി ലിംഫോസൈറ്റുകളുടെ പാകമാവലിനെയും അതിന്റെ ഉൽപാദനത്തെയും സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. അപ്പോ ഇൻഡയറക്ട്ലി തൈമോസിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ പ്രതിരോധ ശേഷിയുമായി, പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുട്ടിക്കാലങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ആണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് തൈമോസിൻ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് എന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ടി ലിംഫോസൈറ്റിന്റെ ഉൽപാദനത്തിൽ പങ്കെടുക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാനില്ല. ഒരു കുഞ്ഞു ഭാഗമാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എന്താണ് ഇപ്പോ? തൈമസ് ഗ്ലാൻഡ് സ്റ്റേണത്തിന്, മാറലിന്റെ പിറകിലായി കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ്. കുട്ടിക്കാലങ്ങളിൽ സജീവമായി കാണപ്പെടുകയും മുതിർന്നു വരുന്നതിനനുസരിച്ച് പ്രവർത്തനശേഷി കുറയുകയും ചെയ്യുന്നു. അവിടുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണിന്റെ പേര് തൈമോസിൻ എന്നാണ്. തൈമോസിൻ ടി ലിംഫോസൈറ്റുകളുടെ ഉൽപാദനത്തെ, പാകമാവലിനെ സഹായിക്കുന്നു. അതുവഴി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഗ്ലാൻഡ്. നെക്സ്റ്റ്, അടുത്ത ഗ്ലാൻഡ് അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്രന്ഥി അല്പം വലുപ്പമുള്ള ഗ്രന്ഥിയാണ്. നേരത്തെ ചെറുതായതുകൊണ്ട് അല്പം വലുപ്പമുണ്ട്. അഡ്രീനൽ ഗ്രന്ഥിയാണ്. അഡ്രീനൽ ഗ്രന്ഥി പൊസിഷൻ നമ്മുടെ വൃക്കകൾക്ക് മുകളിലായിട്ട്, മലയാളത്തിൽ ഇതിന്റെ പേര് അധിവൃക്ക ഗ്രന്ഥി എന്നാണ്. അധിവൃക്ക, അങ്ങനെ പേര് പഠിക്കാനില്ലല്ലോ. അധിവൃക്ക ഗ്രന്ഥി, വൃക്കയുടെ മുകളിൽ എന്നർത്ഥത്തിൽ ആ പേര് വന്നിരിക്കുന്നത്. അഡ്രീനൽ ഗ്ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് എബൌവ് ദ കിഡ്നി. കിഡ്നിക്ക് മുകളിൽ ഒരു തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. അഡ്രീനൽ ഗ്രന്ഥിയുടെ ഒരു പ്രത്യേകത, 2 ഭാഗങ്ങളായിട്ടാണ് പഠിക്കേണ്ടത്. അഡ്രീനൽ ഗ്രന്ഥിയുടെ പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും ഉൾഭാഗത്തെ മെഡുല്ല എന്നും പറയാം. പുറംഭാഗത്തെ കോർട്ടെക്സും ഉൾഭാഗത്തെ മെഡുല്ല എന്നും പറയാം. ആ 2 ഭാഗങ്ങളും ഓരോ ഗ്രന്ഥിയായി പ്രവർത്തിക്കുകയാണ്. ഫലത്തിൽ ഒരു ഗ്രന്ഥിയായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും ഫലത്തിൽ അത് 2 ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളായിട്ടാണ് പറയുന്നത്. ഒന്നാമത് കോർട്ടെക്സ്, പുറംഭാഗമായ കോർട്ടെക്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാമത്തെ ഹോർമോൺ
കോർട്ടിസോൾ. കോർട്ടിസോൾ. 2 അൾഡോസ്റ്റിറോൺ. 3 ലൈംഗിക ഹോർമോണുകൾ. ശരിക്കും 4 ഹോർമോണുകളാണ് കോർട്ടക്സിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുക. കോർട്ടിസോള്, അൾഡോസ്റ്റിറോൺ, സ്ത്രീ പുരുഷ ലൈംഗിക ഹോർമോണുകൾ. നമ്മൾ എണ്ണുമ്പോഴൊന്നാണ് ലൈംഗിക ഹോർമോണുകൾ. അത് സ്ത്രീ ലൈംഗിക ഹോർമോൺ ഉണ്ട്, പുരുഷ ലൈംഗിക ഹോർമോൺ ഉണ്ട്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 4 ഹോർമോണുകളായി മാറുന്നു. ഓക്കെ, അതാണ് അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ. നമുക്ക് ഓരോന്നും. കോർട്ടിസോൾ. കോർട്ടിസോളിന്റെ പ്രവർത്തനം മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുക. കൺവേർഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ടു ദ ഗ്ലൂക്കോസ്. പ്രോട്ടീനെയും ഫാറ്റിനെയും, മാംസ്യത്തെയും കൊഴുപ്പിനെയും എന്താക്കി മാറ്റുക? ഗ്ലൂക്കോസ് ആക്കി മാറ്റുക. ഓർ ടു ഇൻക്രീസസ് ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ അവർ ബ്ലഡ്. ആവശ്യമായ സമയങ്ങളിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കോർട്ടിസോൾ സഹായിക്കുന്നു. രണ്ടാമത്തത്, ഇത് സപ്രസ് ദ ഇമ്മ്യൂൺ സെൽസ്. പ്രതിരോധ കോശങ്ങളെ സപ്രസ് ചെയ്യുന്നു, മന്ദീഭവിപ്പിക്കുന്നു. പ്രതിരോധ ശേഷി കുറയ്ക്കുന്നു. അങ്ങനെ പ്രതിരോധശേഷി കൂടിയല്ലേ വേണ്ടത്? പക്ഷെ എല്ലായ്പ്പോഴും പ്രതിരോധശേഷി കൂടിയാൽ അപകടമാണ്. പ്രതിരോധശേഷി കൂടുക എന്നല്ല. നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അതിന് തെറ്റിദ്ധാരണയുണ്ട്. ഒരിക്കലും പ്രതിരോധശേഷി കൂട്ടുകയല്ല വേണ്ടത്, മറിച്ച് പ്രതിരോധശേഷി നിലനിർത്തുകയാണ്. കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. കൂടിയാൽ അലർജി പോലുള്ള മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അലർജി എന്ന് പറയുമ്പോൾ നമുക്ക് വെറും തുമ്മലായിട്ട് മാത്രം കാണേണ്ട. അപ്പൊ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പ്രതിരോധശേഷി കൂടാൻ പാടില്ല. എന്താ പറയേണ്ടത്? പ്രതിരോധശേഷി സസ്റ്റെയിൻ, അത് നിലനിർത്തുക എന്നതാണ്. ആ നിലനിർത്താൻ ആവശ്യമായ ആഹാരശീലങ്ങളും വ്യക്തിശീലങ്ങളുമാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത് എന്നതാണ്. അപ്പൊ ഇവിടെ പ്രതിരോധശേഷി കൂടിയാൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതിന് കോർട്ടിസോൾ സഹായിക്കുന്നു. ഇപ്പൊ നമ്മൾ ഒരു അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് രോഗിയിലേക്ക്, ആവശ്യക്കാരനിലേക്ക് ഒരു പുതിയ അവയവം വെച്ചു പിടിപ്പിക്കുമ്പോൾ ആ പുതിയ അവയവം ആവശ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യപദാർത്ഥമാണ്. അതുണ്ടെങ്കിൽ അയാൾ ജീവിക്കും, അത് വേറെ കാര്യം. പക്ഷേ അയാളുടെ ശരീരം പൂർണ്ണ മനസ്സോടെ അതിനെ റിസീവ് ചെയ്യുന്നതിന് സ്വീകരിക്കുന്നില്ല. അങ്ങനെയാവുന്ന എന്തുകൊണ്ട്? ആ അവയവം ആ സ്വീകർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റേതല്ലാത്തൊരു സാധനം. അതുകൊണ്ട് തന്നെ പുറന്തള്ള ചെയ്യാം. എന്തുകൊണ്ട് പുറന്തള്ളുന്നു? അയാൾക്ക് പ്രതിരോധശേഷി ഉള്ളത് കൊണ്ടാണ്. അയാളുടെ പ്രതിരോധശേഷി അയാളിലേക്ക് വരുന്ന അന്യപദാർത്ഥങ്ങളെ സ്വീകരിക്കാൻ തയ്യാറല്ല. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? അയാളിലേക്ക് ആ അവയവം വെച്ച് പിടിപ്പിക്കണ്ടേ? അവയവം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ ചെയ്യുക കോർട്ടിസോൾ പോലുള്ള ഔഷധങ്ങൾ, ഹോർമോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുക ചെയ്യാം. അങ്ങനെ പ്രതിരോധ ശേഷി ഒരു മിനിമത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ എന്ത് നടക്കൂ? അവയവമാറ്റ ശസ്ത്രക്രിയ സാധ്യമാവുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപകാരപ്രദമായി മാറുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. പ്രതിരോധ കോശങ്ങളെ മന്ദീഭവിപ്പിക്കാൻ സഹായിക്കുന്നു. മറ്റൊന്ന്, അലർജി രോഗങ്ങൾക്കും വീക്ക രോഗങ്ങൾക്കും, അലർജി രോഗങ്ങൾക്ക്, ഇൻഫ്ലമേഷൻസിനൊക്കെ ഉള്ള മരുന്നായിട്ട് കോർട്ടിസോൾ ഉപയോഗിക്കുന്നത് അത് കുറയ്ക്കാൻ സഹായിക്കുന്നു. അലർജിയെയും ഇൻഫ്ലമേഷൻസിനെയും വീക്ക രോഗങ്ങൾക്കും ഒക്കെ കുറയ്ക്കുന്നതിനും കോർട്ടിസോൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് അലർജി രോഗികളും വീക്ക രോഗികളെയും ഇൻഫ്ലമേഷൻസ് ഉള്ള രോഗികൾക്കൊക്കെ മരുന്നായിട്ട് കോർട്ടിസോൾ കൊടുക്കുന്നുണ്ട്. ഒരു മെഡിസിനൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അലർജിക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് അവർ കഴിക്കുന്ന മരുന്നിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു ഘടകം കോർട്ടിസോൾ ആണ്. ഓക്കെ, അപ്പൊ ആ കോർട്ടിസോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ സഹായിക്കുന്നുണ്ട്? മാംസ്യം, കൊഴുപ്പ് എന്നിവയെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന്, പ്രതിരോധ കോശങ്ങളെ, നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെ സപ്രസ് ചെയ്യുന്നു. 3, അലർജി രോഗങ്ങൾക്കും ഇൻഫ്ലമേഷൻസ്, വീക്ക രോഗങ്ങൾക്കുമുള്ള മരുന്നായിട്ടും കോർട്ടിസോൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ 3 പ്രവർത്തനങ്ങളാണ് ആർക്കുള്ളത്? കോർട്ടിസോളിന് ഉള്ളത്. ഓക്കെ, 2 അൾഡോസ്റ്റിറോൺ. അൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് നമ്മുടെ ജല ലവണ തുലന നില പാലിക്കാൻ സഹായിക്കുന്നു. മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് സോൾട്ട് ടു
വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ. അതുപോലെ ഇത് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ. രണ്ട് ധർമ്മങ്ങളാണ് അൾഡോസ്റ്റിറോണിനുള്ളത്. ഒന്ന് ജല ലവണ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, മറ്റൊന്ന് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ചർച്ചാ വിഷയമല്ലാത്ത നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തത് ലൈംഗിക ഹോർമോണുകളാണ്. സ്ത്രീ പുരുഷ ലൈംഗിക ഹോർമോണുകൾ ആവശ്യാനുസരണം ഒരു ചെറിയ സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് വെച്ചാൽ മെയിൽ റിപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സ് പുരുഷ പ്രത്യുൽപാദന അവയവങ്ങളിൽ പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ്സ്, സെക്സ് ഗ്ലാൻഡ്സ് ഫീമെയിൽ ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഫീമെയിൽ ഗ്ലാൻഡ്സ് മെയിൽ ഹോർമോൺസിനെ. ഇതൊരു കോൺട്രവേഴ്സിയാണ്. പുരുഷന്മാരിൽ നിന്ന് സ്ത്രീ ലൈംഗിക ഹോർമോണുകളും സ്ത്രീകളിൽ നിന്ന് പുരുഷ ലൈംഗിക ഹോർമോണുകളുമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സ്ത്രീകളുടെ അഡ്രിനൽ കോർട്ടെക്സ് പുരുഷ ലൈംഗിക ഹോർമോണുകളെയും പുരുഷന്മാരുടെ അഡ്രിനൽ കോർട്ടെക്സ് സ്ത്രീ ലൈംഗിക ഹോർമോണുകളെയുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു ബാലൻസിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഈ പാഠഭാഗത്തേക്ക് അത് വേണ്ടാത്ത നമുക്ക് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഇതാണ് കോർട്ടെക്സുമായി ബന്ധപ്പെട്ടത്. അപ്പൊ എന്തൊക്കെയാണ് കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്? കോർട്ടിസോള്, അൾഡോസ്റ്റിറോണ് ലൈംഗിക ഹോർമോണുകള്. കോർട്ടിസോള് പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഇമ്മ്യൂൺ സെൽസിനെ, പ്രതിരോധ കോശങ്ങളെ സപ്രസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അലർജി രോഗങ്ങൾക്കും ഇൻഫ്ലമേഷൻസ്, വീക്ക രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. അൾഡോസ്റ്റിറോൺ എന്തൊക്കെയാണ്? സോൾട്ട് വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെയോ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ കോർട്ടെക്സിൽ നിന്നും അല്പാൽപ്പം ചെറിയ അളവിൽ നോക്കൂ, ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായി ഓർഗൻസ് വേറെ ഉണ്ട്, ഗ്ലാൻഡ്സ് വേറെ തന്നെയുണ്ട്. അത് വേറെ പഠിക്കാനുണ്ട് നമുക്ക്. ഇവിടെ വളരെ ചെറിയ അളവിൽ കോർട്ടെക്സിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, ലൈംഗിക ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതാണ് നമുക്ക് കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് മെഡുല്ല. അഡ്രിനൽ ഗ്ലാൻഡിന്റെ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. മെഡുല്ല രണ്ട് ഹോർമോണുകളെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് എപ്പിനെഫ്രിൻ, രണ്ട് നോർ എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ എന്നും നോർ എപ്പിനെഫ്രിൻ എന്നും അറിയപ്പെടുന്ന രണ്ട് ഹോർമോണുകളെയാണ് മെഡുല്ലയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതില് എപ്പിനെഫ്രിൻ എമർജൻസി ഹോർമോൺ, അടിയന്തര ഹോർമോൺ എന്നുകൂടെ അറിയപ്പെടുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ദ പ്രൊഡക്ഷൻ ഓഫ് എപ്പിനെഫ്രിൻ ഹാപ്പൻസ് അറ്റ് ദ എമർജൻസി സിറ്റുവേഷൻസ് ഓൺലി. ശരീരം ഒരു എമർജൻസി സിറ്റുവേഷനെ ഫേസ് ചെയ്യുമ്പോൾ, അങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എപ്പിനെഫ്രിന്റെ ഉൽപാദനം നടക്കുക. നോർമൽ ടൈമിലില്ല. നമ്മൾ വല്ലാതെ പേടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഉത്കണ്ഠ ഉണ്ടാകുന്ന സമയത്ത്, വല്ലാണ്ട് നമ്മൾ ആംഗ്രി ആവുമ്പോൾ, ദേഷ്യം വരുന്ന സമയത്ത്, അത്തരം പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് എപ്പിനെഫ്രിന്റെ പ്രൊഡക്ഷൻ നടക്കുക. അതോട് ഒപ്പമാണ്, അതോട് ചേർന്നാണ് നോർ എപ്പിനെഫ്രിന്റെയും പ്രൊഡക്ഷൻ നടക്കുന്നത്. നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് എപ്പിനെഫ്രിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന ഹോർമോണാണ്. മെയിൻ അത് തന്നെയാണ്, എപ്പിനെഫ്രിൻ തന്നെയാണ്. അപ്പൊ ആ എപ്പിനെഫ്രിൻ എന്തിനു സഹായിക്കുന്നുണ്ട്? ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ എമർജൻസി സിറ്റുവേഷനെ ഓവർകം ചെയ്യുന്നതിന് എപ്പിനെഫ്രിൻ സഹായിക്കുന്നു. എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യാറുണ്ട്, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യണം, നമ്മുടെ ഐ പീപ്പിൾ ഡയലേറ്റ് ചെയ്യും. ഇതൊക്കെ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളല്ലേ. ഇപ്പൊ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് മുന്നിലൊരു പാമ്പ് പെട്ടെന്ന് കാണുകയാണ്, സ്വാഭാവികമായി നമ്മൾ പേടിച്ചു പോകും. പാമ്പ് 10 വിടർത്തി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു പോകും നമ്മൾ. അങ്ങനെ പേടിക്കുന്ന സമയത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അല്ലെ. പെട്ടെന്ന് നമ്മൾ ഞെട്ടി, ഹൃദയമിടിപ്പ് കൂടും, കിതപ്പ് കൂടും, ശ്വാസോച്ഛ്വാസം കൂടും, കണ്ണുകളൊക്കെ വിടർന്ന് വലുതാവും. ഇത്തരം ചില ഫിസിക്കൽ ചേഞ്ചസ്, മെറ്റബോളിക് ചേഞ്ചസ് നമ്മുടെ ബോഡിക്കകത്ത് നടക്കും. എപ്പോ? ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ.
ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ കേട്ടു പരിചയമുണ്ടല്ലോ, ഇല്ലേ? ഹേർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുക, ട്രക്കിയ ഡയലേറ്റ് ചെയ്യുക, ഐ പീപ്പിൾ ഡയലേറ്റ് ചെയ്യുക, ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുക. എപ്പോഴാണിത്? എവിടെ നമ്മളിത് പറഞ്ഞിരിക്കുന്നത്? നമ്മള് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇത്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇത്തരം ആക്ടിവിറ്റീസിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു ഓർമ്മയുണ്ടല്ലോ. അതിനല്ലേ ഇവിടെ പറഞ്ഞത്. എപ്പിനെഫ്രിനും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയും എപ്പിനെഫ്രിന്റെയും പ്രവർത്തനങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. നോക്കൂ, നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പറഞ്ഞപ്പോൾ നമ്മളിപ്പം പറഞ്ഞ പ്രവർത്തനങ്ങളോടൊപ്പം ലാസ്റ്റ് നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞാലും ഓർമ്മയുണ്ടോ? ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്സിലേറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ. ഓർമ്മയുണ്ടല്ലോ? അവിടെ പറയുന്ന ഹോർമോൺ എപ്പിനെഫ്രിൻ ആണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? എപ്പിനെഫ്രിൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എമർജൻസി സിറ്റുവേഷനെ ഫേസ് ചെയ്യുമ്പോൾ ആദ്യം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അതിന്റെ ഫലമായി എപ്പിനെഫ്രിന്റെ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യുന്നു. അതാണ് ആദ്യം സംഭവിക്കുക. പിന്നീട് എപ്പിനെഫ്രിൻ ആണ് ഐ പീപ്പിൾ ഡയലേറ്റ് ചെയ്യുന്നത്, ഹേർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, ട്രക്കിയ ഡയലേറ്റ് ചെയ്യുന്നത്, ശ്വാസനാളം വികസിപ്പിക്കുന്നത്, ഗ്ലൂക്കോസിന്റെ ലെവൽ വർദ്ധിപ്പിക്കുന്നത് ആരാണ്? എപ്പിനെഫ്രിൻ ആണ്. അപ്പോ എപ്പിനെഫ്രിൻ ഏത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്? എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ, അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമാണല്ലോ. അന്തസ്രാവി വ്യവസ്ഥയുടെയും നെർവസ് സിസ്റ്റത്തിന്റെയും നാഡീ വ്യവസ്ഥയുടെയും കൂട്ടായ ഒരു പ്രവർത്തനം നടക്കുന്നില്ല ഇവിടെ. എവിടെ? എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്യണമെങ്കിൽ നെർവസ് സിസ്റ്റത്തിന്റെയും എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെയും ഒരു കോഓർഡിനേറ്റഡ് ആക്ടിവിറ്റി ആവശ്യമാണ്. വേണ്ടേ? വേണം. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു പബ്ലിക് എക്സാം ചോദിച്ച ചോദ്യമാണ്. അടിയന്തര ഘട്ടങ്ങളിൽ നാഡീ വ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ചേർന്നാണ് പ്രവർത്തിക്കുക. ഈ പ്രസ്താവനയോട് റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞായിരുന്നു. പ്രസ്താവന ശരിയാണ്. നാഡീ വ്യവസ്ഥയിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആദ്യം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും അത് എൻഡോക്രൈൻ സിസ്റ്റത്തിലെ എപ്പിനെഫ്രിന്റെ പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കുകയും ആ എപ്പിനെഫ്രിൻ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലൂടെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി എമർജൻസി സിറ്റുവേഷൻ നമ്മൾ ഓവർകം ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. എങ്ങനെയൊക്കെയാണത്? ബയോളജിക്കൽ നമ്മൾ ഇവിടെ പറയുന്ന ടേം ബൈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നാണ്. ബൈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, പോരടിച്ചോ പിന്തിരിഞ്ഞോടിയോ. ബൈ ഫൈറ്റ്, നമ്മൾ ഈ പാമ്പിനെ കാണുന്ന സമയത്ത് വളരെ അപൂർവം ആളുകളെങ്കിലും എന്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്? ഒരു വടി എന്തെങ്കിലും എടുത്തിട്ട് പാമ്പിനെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓടിക്കാൻ ശ്രമിക്കാറുണ്ട്. ബൈ ഫൈറ്റ് ഓർ ബൈ ഫ്ലൈറ്റ്, ഭൂരിഭാഗം പേരും ചെയ്യുന്ന പോലെ പാമ്പിനെ കണ്ട് പേടിച്ച് പിന്തിരിഞ്ഞോടും. പാമ്പിനോട് എതിരിട്ടാലും പാമ്പിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാലും, ഞാൻ പാമ്പ് എന്നൊരു സിറ്റുവേഷൻ പറഞ്ഞു മാത്രം, അതിനോട് എതിരിട്ടാലും അവിടുന്ന് ഓടിയാലും നമ്മൾ ചെയ്യുന്ന എന്താണ്? ആ ഒരു എമർജൻസി സിറ്റുവേഷനെ അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അപ്പൊ രണ്ട് രീതിയിൽ രക്ഷപ്പെടുന്നു എന്നതാണ്. ആ രണ്ട് രീതിയിൽ രക്ഷപ്പെടണമെങ്കിലും, എതിരിടണമെങ്കിലും ഓടി രക്ഷപ്പെടണമെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഐ പീപ്പിളിന്റെ ഡയലേഷനും ട്രക്കിയ ഡയലേറ്റ് ചെയ്യുന്നതും ഹേർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നതും ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങൾ വേണം. വേണ്ടേ? സ്പീഡിൽ ഓടണമെങ്കിൽ കൂടുതൽ ഗ്ലൂക്കോസ് വേണ്ടേ? കൂടുതൽ എനർജി വേണ്ടേ? ആ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആരൊക്കെ ശ്രമിക്കുന്നത്? എപ്പിനെഫ്രിനും എൻഡോക്രൈൻ സിസ്റ്റവും അതോടൊപ്പം തന്നെ നെർവസ് സിസ്റ്റത്തിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും സഹായിക്കുക. അപ്പൊ രണ്ട് സിസ്റ്റവും കൂടെ ചേർന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ എപ്പിനെഫ്രിനെ സഹായിക്കുകയാണ് ആര് ചെയ്യുന്നത്? നോർ എപ്പിനെഫ്രിൻ ചെയ്യുന്നത്. ഇതാണ് മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും അതിന്റെ ആക്ടിവിറ്റീസും. അപ്പോ വൃക്കയുടെ മുകളിലായി കാണപ്പെടുന്ന അഡ്രിനൽ ഗ്ലാൻഡിന് രണ്ട് ഭാഗങ്ങളാണ്. അതിന്റെ പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും ഉൾഭാഗത്തെ മെഡുല്ല എന്നും പറയാം. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന 3 ഹോർമോണുകൾ കോർട്ടിസോള്, അൾഡോസ്റ്റിറോണ്, ലൈംഗിക ഹോർമോണുകൾ എന്നിവയാണ്. മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകൾ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ്.
ഓക്കെ, ഇത്രയുമാണ് നമുക്ക് അഡ്രിനൽ ഗ്ലാൻഡിന്റെ ആക്ടിവിറ്റീസ് പറയാം. നമുക്ക് ഒരു ഗ്ലാൻഡ് കൂടെ പറയാം, ചെറിയ ഗ്ലാൻഡ് ആണ്. നമുക്ക് പറയാൻ പോകുന്ന ഗ്ലാൻഡ് പൈനിയൽ ഗ്ലാൻഡ് ആണ്. പൈനിയൽ ഗ്ലാൻഡ് പൈനിയൽ ഗ്ലാൻഡ് നമ്മുടെ തലച്ചോറിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് പൈനിയൽ ഗ്ലാൻഡ്. അറ്റ് ദ സെന്റർ ഓഫ് ബ്രെയിൻ എന്നാണ് പൈനിയൽ ഗ്ലാൻഡിന്റെ പൊസിഷൻ ആയിട്ട് പറയുന്നത്. പൈനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് മെലാറ്റോണിൻ. മെലാറ്റോണിൻ, ഹോർമോൺ പ്രൊഡ്യൂസർ ഫ്രം ദ പൈനിയൽ ഗ്ലാൻഡ്, മെലാറ്റോണിൻ. ഇവയുടെ പ്രവർത്തനം പറയുന്നത് നമുക്ക് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ഒരു താളാത്മകതയും കൃത്യമായ റിതമിക്കാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. ഇപ്പൊ ഹാർട്ട് ബീറ്റ് റിതമിക്കാണ്, കോൺട്രാക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ്, പൾസ് റിതമിക്കാണ്. അതൊരു ഉറക്കവും ഉണരലും താളാത്മകമായ പ്രവർത്തനവും. ഇങ്ങനെ റിതമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുകയാണ് മെലാറ്റോണിന്റെ ധർമ്മം. പ്രത്യേകിച്ചും ഉറക്കമുണരലും ഉറക്കം വരലും. രാത്രികാലമാകുന്ന സമയത്ത് നമ്മൾ ഒരു ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ അറിയാതെ ഉറക്കത്തിലേക്ക് വീഴാറുണ്ട്. രാവിലെ ആവുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു പ്രയാസങ്ങളും ഇല്ലെങ്കിലും, നമ്മൾ ആരും ശല്യപ്പെടുത്താനില്ലെങ്കിലും രാവിലെ ആകുമ്പോൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ നിർബന്ധമായും എഴുന്നേറ്റിരിക്കുകയും ചെയ്യും. അത് ബോഡിയിൽ ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്. ഒരു കമ്പ്യൂട്ടറിന് നമ്മൾ ഒരു മൊബൈലിൽ അലാറം വെക്കുന്ന പോലെ പ്രവർത്തനമാണ്. കൃത്യമായ സമയങ്ങളിൽ നമ്മൾ ഉറങ്ങുകയും കൃത്യമായ സമയങ്ങളിൽ ഉണരുകയും ചെയ്യുന്നു. കൃത്യത എന്ന് ഞാൻ പറഞ്ഞത് 6 മണിയൊന്നും 6:30 അങ്ങനെയൊന്നുമല്ല. പകലാകുമ്പോൾ നമ്മൾ ഉണരുകയും രാത്രിയാകുമ്പോൾ നമ്മൾ ഉറങ്ങുകയും ചെയ്യുന്നുവെങ്കിൽ അതിന്റെ കാരണം മെലാറ്റോണിനാണ്. അതുകൊണ്ട് ഇങ്ങനെ താളാത്മകമായ പ്രവർത്തനങ്ങളിൽ അതിന് നിയന്ത്രിക്കുന്ന ഗ്ലാൻഡായ ഗ്രന്ഥി ആയതുകൊണ്ടാണ് ഇത് നമ്മൾ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയാറുണ്ട്. നമ്മളൊരു ക്ലോക്കിനെ ടൈമിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ബാഹ്യമായ പ്രവർത്തനങ്ങളൊക്കെ ക്രമീകരിക്കുക. ഇതുപോലെ ആന്തരികമായ പ്രവർത്തനങ്ങളുടെ താളം ക്രമീകരിക്കുന്ന ഗ്ലാൻഡ് ആയതുകൊണ്ടാണ് പൈനിയൽ ഗ്ലാൻഡിനെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ രാത്രിയാകുമ്പോൾ മെലാറ്റോണിന്റെ ഉൽപാദനം ഇങ്ങനെ കൂടും ഗ്രാജുവലി. ഇരുട്ട് തുടങ്ങുന്നതനുസരിച്ച് ഇരുട്ടിന്റെ ഗാഠതയ്ക്ക് അനുസരിച്ച് മെലാറ്റോണിന്റെ പ്രൊഡക്ഷൻ അങ്ങനെ കൂടും. മെലാറ്റോണിന്റെ പ്രൊഡക്ഷൻ കൂടി അത് എക്സ്ട്രീമിൽ എത്തുമ്പോഴാണ് നമുക്ക് ഉറക്കം വരിക. പിന്നീട് പകലിലേക്ക് രാവിലെ ആവുന്ന സമയത്ത് മെലാറ്റോണിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞ് അതിന് ഏറ്റവും ലീസ്റ്റിലെത്തുമ്പോഴാണ് നമ്മൾ ഉണരുക. അപ്പൊ മെലാറ്റോണിന്റെ അളവും ഉറക്കവുമായി ബന്ധമുണ്ട്, മനസ്സിലായല്ലോ. മെലാറ്റോണിന്റെ അളവ് കൂടുമ്പോൾ ഉറക്കം വരികയും മെലാറ്റോണിന്റെ അളവ് കുറയുമ്പോൾ ഉറക്കമുണരുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉറങ്ങുകയും ഉറക്കമുണരുകയും ചെയ്യുന്നത് പോലുള്ള താളാത്മകമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. അതുകൊണ്ടാണ് ഇതിനെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്. പൈനിയൽ ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. മെലാറ്റോണിന്റെ അളവ് കൂടുമ്പോൾ ഉറക്കം വരികയും കുറയുമ്പോൾ ഉറക്കമുണരുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ 3 ഗ്രന്ഥികളാണ് പഠിച്ചിരിക്കുന്നത്: തൈമസ് ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ് ആൻഡ് പൈനിയൽ ഗ്ലാൻഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലും ഇതിനെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പറയട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതിലെ ഒരു അവ്യക്തത ഒരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. നന്ദിയത്. തീർച്ചയായിട്ടും ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന തൈറോയ്ഡ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൈറോക്സിന്റെ ആക്ടിവിറ്റി പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, താപം വർദ്ധിപ്പിക്കുന്നു, അല്ലെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നൊരു പോയിന്റ് പറഞ്ഞായിരുന്നു. ശരിക്കും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക എന്നല്ലായിരുന്നു, പകരം എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു.
അതായത് എനർജി എന്ന് ടെമ്പറേച്ചർ ആയിപ്പോയതാണ്, സോറി, അതങ്ങനെ തിരുത്തി വായിക്കുക. എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ്. അതും കൂടെയാണ് അവരുടെ ധർമ്മം. നമ്മുടെ ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിന്റെ ധർമ്മമെന്ന് മാറ്റുവാൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ഹാവ് എ നൈസ് ഡേ. അടുത്ത എപ്പിസോഡിൽ കാണാം.